ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മളൊരു സിമെൻറ്റ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ടാങ്ക് ഉണ്ടോ, നല്ല വലിയ ടാങ്കാണ്. ഇതിൻ്റെ നീളം വീതിയും താഴ്ചയും എല്ലാം എത്ര ഉണ്ടെന്ന്, ഇതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നത്, ഇതിൻ്റെ എത്ര ഈ സിമെൻറ്റ് പണി എത്ര കല്ല് വേണ്ടി വന്നു, എന്തുകൊണ്ടാണ് ഇത് പണിത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് തേച്ചിട്ടുണ്ടല്ലോ, സിമെൻറ്റ് കൊണ്ട് തേച്ച കാരണം നമ്മൾ വെള്ളം അടിച്ച് മീൻ ഇടുന്നതിന് മുന്നേ ഈ ടാങ്ക് വാഷ് ചെയ്യണം. ഇതിപ്പോൾ ഒരു ആഴ്ചയായി ടാങ്ക് നമ്മൾ പണിതിട്ട് തേച്ചിട്ട് ഒരാഴ്ചയായി. അത് എല്ലാ ദിവസവും നമ്മൾ കാലത്ത് വൈകുന്നേരം ഇത് നനച്ചു കൊടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ സിമെൻറ്റിൻ്റെ അത്ര കെമിക്കലൊന്നും ഇതിനകത്തില്ല. ഇതിപ്പോൾ നമ്മൾ വാഷ് ചെയ്ത വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് തേച്ച് കഴുകണം നമുക്ക്. ഇപ്പോൾ നമ്മളെ ഈ സിമെൻറ്റ് ടാങ്ക് ഉണ്ടല്ലേ, ഈ സിമെൻറ്റ് ടാങ്ക് ഒരാഴ്ച ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വെള്ളം കോരി കളഞ്ഞിട്ട് വെള്ളം കുറച്ചടിച്ചിട്ട് നല്ല ഫ്രഷ് വെള്ളം അടിച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ ചകിരി ഉണ്ടല്ലോ കുളിക്കുമ്പോൾ കുറയ്ക്കുന്ന ചകിരി മാതിരി, അല്ലെങ്കിൽ നമ്മൾ നാളേരം പോയിച്ചിട്ട് വരുന്ന ചകിരി ഇല്ലേ, ആ ചകിരി കൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വരച്ച് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം അടിച്ചിട്ടാണ് നമ്മൾ മീനിടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയായി നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സിമെൻറ്റിൻ്റെ കെമിക്കൽസും കാര്യങ്ങളൊന്നും അത്ര ഇതൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെ കെമിക്കൽ മാറ്റാനായിട്ട് നമ്മൾ 3 ദിവസം നനച്ചു കൊടുത്തിട്ട് 4ാമത്തെ ദിവസം വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ സാധനം കണ്ടോ, ഇത് പൊട്ടാസ്യം പെർമാനായിട്ടാണ്, ഇതിൻ്റെ ക്രിസ്റ്റലാണത്. ഇതൊരു വയലറ്റ് കളറിലൊരു ക്രിസ്റ്റലായിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു വെള്ളത്തിൽ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി എടുക്കാൻ പാടുള്ളൂ. നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്തിരി എടുക്കുക, അതുകൊണ്ട് അതൊരു ബക്കറ്റിൽ കലക്കിയിട്ട് ആ വെള്ളത്തുകൊണ്ട് തേച്ച് കുറച്ച് കഴുകിയാൽ മതി. അതിന് ശേഷം നമ്മൾ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ വാഴയുടെ ഇലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട്, ഇലയുടെ തണ്ട്, പിന്നെ വാഴപ്പിണ്ടിക്കില്ലേ, അത് വെട്ടിയിട്ട് ഇതിനകത്ത് ഇടാം. അങ്ങനെയാണെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ കെമിക്കൽസൊക്കെ കംപ്ലീറ്റ് സാധനങ്ങൾ പോവും. അതിട്ട് കഴിഞ്ഞാൽ അതൊരു 2 ദിവസം ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഇടണം മീനുകൾക്കൊന്നും പറ്റൊന്നുമില്ല, അസുഖങ്ങളൊന്നും വരില്ല, ചത്തുപോകും പോകുന്നില്ല അങ്ങനെ. പക്ഷെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരാഴ്ച ഡെയിലി കാലത്ത് വൈകുന്നേരം നനച്ച് ഫുള്ളായിട്ട് നനച്ച് കൊടുക്കണോണ്ടും കഴുകണോണ്ടും നമുക്കിപ്പോൾ അങ്ങനത്തെ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആ ചകിരി എടുത്ത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ച് കഴുകണുള്ളൂ കേട്ടോ. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 172 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഈ ടാങ്ക് എൻ്റെ ഇത്രയുണ്ട്. ഇവിടെ പറഞ്ഞാൽ ഒരു ഇത്തിരി ഹൈറ്റ് ഉണ്ടാവും. അവിടെ കുറച്ച് സ്ലോപ്പ് ഉണ്ട്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോപ്പ് ഉണ്ട്, അതുകൊണ്ട് കുറേയും കൂടെ താഴ്ചയുണ്ട് ഇവിടെ. അപ്പം ഇത്രയും വെള്ളം കൊള്ളൂട്ടാ, ഇത്രയും വെള്ളം കൊള്ളു. ഇതിനകത്ത് ഇത്രയും അടിക്കുള്ളൂ. ഞാൻ വെള്ളം വന്നിട്ട് ഇത്ര അളവിലൊന്നും അടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത്ര സംഭവം വലിയ ടാങ്ക് തന്നെയാണ്. അപ്പം നമുക്കിനി ടാങ്ക് കഴുകണ്ട. നമ്മളിങ്ങനെ നമുക്ക് കുറച്ച് കഴുകുന്നുണ്ട് ടാങ്ക് കഴുകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ടാങ്ക് ഫുള്ള് തേച്ച് കഴുകിയിട്ടാണ്. അതിൽ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളം തേച്ച് കഴുകിയുള്ള ഇതിൽ നമ്മൾ ഫുള്ള് കഴുകി തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ സംബന്ധിച്ച് മോട്ടർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് വെള്ളം അടിച്ച് കളയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടാങ്കിലെ വെള്ളം വരണം കേട്ടോ. നമ്മൾ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ ഇലകളും കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാം നമ്മൾ എടുത്ത് കളയും. ഫ്രഷ് വാട്ടർ അടിച്ച് നമ്മൾ മീനിടും. അത് 2-3 മീൻ ഇട്ട് നോക്കാം. ഐറ്റങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ സൈഡ് ഭാഗത്ത് നമ്മൾ ഈ മണ്ണൊക്കെ നികത്തിട്ടാം ഫുൾ ക്ലോസ് ചെയ്യുന്നത്. ഇതേമാതിരി സൈഡൊക്കെ ഇതേമാതിരി ആക്കി എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.
വീഴല്ല കുഞ്ഞോ. കൊണ്ടാ